ഹേ മാധവ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. അയ്യോ, ദേ കണ്ടോ, അവള് വീണ്ടും തുമ്മുന്നു. എന്തുണ്ടെങ്കിലും ഡോക്ടർ കൺസൾട്ട് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഞാനൊന്ന് ഹരിയേട്ടനെ വിളിക്കട്ടെ. സാറിന് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ഞാൻ കുറെ പാടുപെട്ടു. ഞാനങ്ങനെ സ്ഥിരം കമ്പനി വിട്ട് വേറെ ആരെയും അധികം എന്റർടൈൻ ചെയ്യാറില്ല. അതെന്താ സാർ? അപ്പോ പുതിയ കമ്പനികൾ കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് സാർ അറിയാതെ പോവില്ലേ? എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ തന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഹരി. സോറി സാർ. ഇറ്റ്സ് ഓക്കെ. സാറിനിപ്പോ നമ്മുടെ പ്രോഡക്ട്സ് മനസ്സിലായല്ലോ. ആ, കമ്പനി നല്ല പാക്കേജുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ സാറിന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഹരിയേട്ടൻ എന്താ കോള് കട്ട് ചെയ്യുന്നേ? ഹരി എന്തെങ്കിലും തിരക്കിൽ നിൽക്കായിരിക്കും മോളെ. നീ ഇപ്പൊ വിളിച്ച് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ ഹരി പേടിക്കും. ഞാൻ പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യമാണോ അമ്മേ? മീരയ്ക്ക് ഒരു കുഴപ്പമില്ല. നീ വെറുതെ കൊച്ചൊന്ന് തുമ്മിയതിന് ആശുപത്രി കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതലമായേ. അമ്മേ, അമ്മ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ. എന്റെ ടെൻഷൻ എന്താ അമ്മ മനസ്സിലാക്കാത്തെ? അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ നീ ഇങ്ങനെ ഇല്ലാത്ത കാര്യത്തിന് വെറുതെ പരിഭവിച്ച് ഓരോന്നും ചെയ്യുന്ന കാണുമ്പോ എന്താ ഞാനിപ്പോ പറയേണ്ടത്? നിങ്ങൾക്കാർക്കും എന്റെ ഉള്ളിലെ തീ മനസ്സിലാവില്ല. മോള് വാ, ഇനി ആരെ നോക്കി നിൽക്കണ്ട. മായേ, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. അമ്മയ്ക്ക് ഉറപ്പുണ്ടോ മോക്കൊരു കുഴപ്പമില്ലെന്ന്? അതെ, എനിക്കും ആ ഉറപ്പുണ്ട്. ഒന്നും വരരുതെന്ന് 24 മണിക്കൂറും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആ ഉറപ്പ് ഒരു ഡോക്ടർ പറഞ്ഞു കേട്ടാലോ എനിക്ക് നല്ല സമാധാനം കിട്ടും. അതുകൊണ്ടാ ഞാൻ പോകുന്നത്. വാ മോളെ. ഹലോ. നീ എന്താ മായേ ഞാൻ കോള് കട്ട് ചെയ്തിട്ട് വീണ്ടും വിളിച്ചോണ്ടിരുന്നത്? അപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കൂടെ? അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ പിന്നെയും വിളിച്ചതെന്ന്. മായ, ഞാനൊരു ഡോക്ടറെ അടുത്തായിരുന്നു. 2 മാസം കയറി ഇറങ്ങിയിട്ട് കിട്ടിയ അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. അവിടെ വെച്ച് എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? നീ എന്താ മായ സാഹചര്യം മനസ്സിലാക്കാത്തത്? സാഹചര്യം മനസ്സിലാക്കാത്തതേ ഹരിയേട്ടനാ. മോക്ക് വയ്യ, ഞാൻ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. അയ്യോ, മോൾക്കെന്ത് പറ്റി? ഹരിയേട്ടൻ വേഗം ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരുമോ? ആ, ഞാനിപ്പോ വരാം, വേഗം വരാം. എവിടെ നോക്കിയാടോ? സോറി. എവിടെ നാടാ ഇവനൊക്കെ? മോൾക്കൊരു കുഴപ്പമില്ല. ഡോക്ടർ. ആ, ദാ ഹരിയെത്തിയല്ലോ. വരൂ, ഇരിക്കൂ.
എന്താ ഡോക്ടർ, മോൾക്ക് എന്താ പറ്റിയത്? മോൾക്ക് ഒരു കുഴപ്പമില്ല. മോള് കുളി കഴിഞ്ഞ് വന്നപ്പോ നിർത്താതെ തുമ്മലായിരുന്നു. അതുകൊണ്ട് ഞാൻ... തുമ്മല് വരുന്നത് അലർജി കൊണ്ടാ. ചില സമയം ശരീരത്തിലെ ജലം ആവശ്യത്തിൽ കൂടുതൽ അബ്സോർബ് ചെയ്യുമ്പോഴും ഇങ്ങനെ സംഭവിക്കും. അതങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മായ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോ തന്നെ ഞാൻ ആകെ ടെൻഷനായി പോയി. സിസ്റ്റർ, മോളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയി അവിടേക്ക് ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുവരൂ. ഞാൻ ഇവരോടൊന്ന് സംസാരിക്കട്ടെ. വാ മോളെ. ചെല്ലു മോളെ. വാ. മായ ഇപ്പൊ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് നിങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് സംസാരിക്കാലോ. ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഹരിയോട് മുമ്പ് പറഞ്ഞതാ. മീരയ്ക്ക് നിങ്ങൾ ഭയക്കുന്ന പോലെ ഒരു പ്രശ്നവും ഈ നിമിഷം വരെ ഇല്ല. ഞാൻ കാര്യങ്ങളെല്ലാം മായയെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് ഡോക്ടർ. മോള് തുമ്മിയതിന് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുമെന്ന് ഞാൻ കരുതിയില്ല. അതിന് മായയെ കുറ്റം പറയാൻ പറ്റില്ല. ഒരമ്മയുടെ മനസ്സാ അത്. കുഞ്ഞുങ്ങളെ ജീവനെ പോലെ സ്നേഹിക്കുന്ന അമ്മമാർക്ക് അവരുടെ കാലിലൊരു മുള്ളു കൊള്ളുന്ന പോലെ സഹിക്കാൻ കഴിയില്ല. അപ്പോ ഇങ്ങനൊരു അസുഖത്തിന്റെ കാര്യം മനസ്സിലുള്ളപ്പോ എത്രത്തോളം ടെൻഷൻ ഉണ്ടാവും. കുഞ്ഞുങ്ങളിൽ ഒരു ചെറിയ മാറ്റം കണ്ടാലും അത് സംശയത്തോടെ നോക്കാനേ ആ സമയത്ത് ആർക്കും പറ്റൂ. അതുതന്നെയാണ് മായയ്ക്കും സംഭവിച്ചത്. ഡോക്ടർ പറഞ്ഞത് ശരിയാ. കണ്ടു നിൽക്കുന്നവർക്ക് ഞങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ മനസ്സിലൊരു തീക്കൊണ്ട എരിയുന്നുണ്ടാവും. എനിക്ക് പേടിയാ ഡോക്ടർ. അതുകൊണ്ടാ ഞാൻ ഓടി വന്നത്. എന്തേലും അസുഖത്തിന്റെ തുടക്കം എന്തായിരിക്കും എന്നൊക്കെ ഡോക്ടേഴ്സിനല്ലേ അറിയാൻ പറ്റൂ. അതാ ഞാൻ... മായ ചെയ്തത് ശരിയായ കാര്യം തന്നെയാ. എന്നാലും കുറച്ചു സമയം കൂടി നോക്കിയിട്ട് വന്നാ മതിയായിരുന്നു. വെറുതെ ഹരിയും പാനിക്കായി. അത് കുഴപ്പമില്ല ഡോക്ടർ. ഇവിടെ എത്തുന്നത് വരെ മനസ്സിൽ പല നെഗറ്റീവ് ചിന്തകളായിരുന്നു. ഇവിടെ വന്ന് മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലാന്നറിഞ്ഞപ്പോഴാ ഒരു സമാധാനമായത്. ആ സമാധാനത്തിൽ ഒരു സന്തോഷമുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാ, നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ട ഒരു പ്രശ്നവും ഇപ്പൊ നോക്കില്ല. ശരി ഡോക്ടർ, താങ്ക് യു. പിന്നെ ഇനി മീരയ്ക്ക് എന്തെങ്കിലും വയ്യായ്ക തോന്നിയാ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവരണം. ഇപ്പൊ തുമ്മല് കണ്ട് ടെൻഷനായ അത്രയും പേടിയുടെ ആവശ്യമില്ലെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ശരി ഡോക്ടർ. എന്നാ ഞങ്ങള്... ഞാൻ അലർജിക്കുള്ള ഒരു ടാബ്ലറ്റ് തരാം. തുമ്മലുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. താങ്ക് യു ഡോക്ടർ. ഓക്കെ. മുത്തശ്ശി, കഴിഞ്ഞ ദിവസം തപസ്സിന്റെ കാര്യം പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞില്ലല്ലോ. അത് പറയാട്ടോ. എന്നാ പറ. തപസ് ചെയ്യുന്നത് വരം കിട്ടാനല്ലേ? അതെ. തപസ് ചെയ്യുന്നു, ദൈവം പ്രത്യക്ഷപ്പെടുന്നു, വരം തരുന്നു. വരം കിട്ടുന്നയാൾ ദുഷ്ടനാവുന്നു. അപ്പൊ ഭഗവാൻ വന്ന് മോശം കൊടുക്കുന്നു. കഥകളൊക്കെ അങ്ങനെയാ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി കാര്യങ്ങളെല്ലാം കഥയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കും. അതെന്തിനാ? നമ്മള് ഓർത്തിരിക്കാൻ വേണ്ടി. ചില കഥകൾ കേട്ടാ നമ്മൾ മറക്കില്ലല്ലോ. പല നല്ല കാര്യങ്ങളും കഥകളായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ അതിനുള്ള പരിഹാരങ്ങൾ പലതും നമ്മൾ ഈ കേട്ട കഥകളിലുണ്ടാവും. ഇപ്പൊ തപസ് ചെയ്താ ഭഗവാൻ നമുക്ക് വരം തരോ? അല്ല, മോള് എന്തിനു വേണ്ടി തപസ് ചെയ്യുന്നേ? അച്ഛനും അമ്മയും സന്തോഷമായിട്ടിരിക്കാൻ, അച്ഛന് ജോലി എളുപ്പമാവാൻ, എല്ലാം വാങ്ങിക്കാനുള്ള പൈസ കിട്ടാൻ, എപ്പോഴും ചിരിച്ചു കളിച്ച് സന്തോഷമായി നടക്കാൻ. അതെ, മോള് വിചാരിച്ച സാധിക്കും. ആണോ? അതെങ്ങനെയാ? ഞാൻ തപസ് ചെയ്താ മതിയോ? മതി. പഠിക്കുക എന്നുള്ളതാണ് മോളുടെ തപസ്. നന്നായി പഠിച്ച് മിടുക്കിയായി നല്ല ജോലിയൊക്കെ കിട്ടുമ്പോ അച്ഛനെ സഹായിക്കാലോ. അപ്പോ പഠിക്കുന്നത് ഒരു തപസ്സായി മാറ്റണം. സ്വയം സമർപ്പിച്ച് ഭഗവാനെ ധ്യാനിച്ച് എല്ലാം മനസ്സിൽ നിന്ന് മറന്നു പോകാതെ നിൽക്കാൻ ബുദ്ധി തരണേന്നും പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോ മോളുടെ എല്ലാ ആഗ്രഹവും സാധിക്കും. അപ്പൊ അതാണ് തപസ്സല്ലേ?
നമുക്ക് എന്താണോ വേണ്ടത് അത് കിട്ടാൻ ശ്രദ്ധയോടെ ശ്രമിക്കുന്നതാണ് തപസ്. അത് സത്യസന്ധമായി ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും വരം കിട്ടും. ആഹാ, ഇന്നത്തെ കഥ പറച്ചിൽ കഴിഞ്ഞില്ലേ? വാ കിടക്കാം. എന്നാ ചെല്ലേ, മോള് പോയി കിടന്നുറങ്ങി. ശരി മുത്തശ്ശി. അമ്മേ, നാളെ മുതൽ ഞാൻ തപസ് ചെയ്യാൻ പോവാ. തപസ്സോ? എവിടെ? ഇവിടെ തന്നെ, പിന്നെ സ്കൂളിലും. എന്ത് തപസ്? പഠിക്കുന്ന തപസ്. ഓ, കൊള്ളാലോ. അത് നല്ല കാര്യ. മോള് ചെയ്തോട്ടോ. വാ നമുക്ക് പോയി കിടക്കാം. എന്നാ ശരി മുത്തശ്ശി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി ഉറങ്ങിക്കോ, കിടക്ക്. അമ്മയും വാ, നമുക്ക് കെട്ടിപ്പിടിച്ചുറങ്ങാം. ദാ വരുന്നു. എപ്പോഴും ഞാൻ അടുത്ത് വേണം. മോളെന്നെ ഇറുക്കി പിടിച്ചത് കണ്ടില്ലേ? മായ, താൻ മോളുടെ കാര്യത്തിൽ കുറച്ച് ഓവർ കെയറിംഗ് ആണ്. അധികമായാൽ അമൃതം വിഷമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാ ഇത്. അത് ഹരിയേട്ടാ, എനിക്ക് മോളുടെ അടുത്തുനിന്ന് മാറാൻ പേടിയാ. കണ്ടോ, ഈ പേടി കാരണം മോൾക്ക് താൻ ഒരു സ്വാതന്ത്ര്യവും കൊടുക്കാതെയാവും. അവൾക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. അന്ന് പിന്നെ താൻ ഇന്ന് ചെയ്തോന്ന് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പറയില്ലേ ഹരിയേട്ടാ. മോക്ക് വയ്യാന്നറിഞ്ഞപ്പോ തൊട്ട് എന്റെ നെഞ്ചില് തീയ. എത്ര പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചുവാ നമുക്ക് ഇവളെ കിട്ടിയതെന്ന് ഹരിയേട്ടനും അറിയാവുന്നതല്ലേ. എന്നിട്ട് അതില് ഇങ്ങനൊരു സങ്കടം കൂടി ഈശ്വരൻ തരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. താൻ വിഷമിക്കാതെ മായേ, നമ്മുടെ മോൾക്ക് ഒന്നും വരില്ല. താൻ ധൈര്യമായിട്ടിരിക്കെ, മോൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ മറ്റൊരു കാര്യം, താൻ മോളെ സ്കൂളിൽ വിട്ടിട്ട് അവിടെ നിൽക്കരുത്. അതെന്താ? വേറെ ഒരു കുട്ടിയുടെ അമ്മമാരവിടെ നിൽക്കുന്നില്ല. അപ്പോ തന്നെ കാണുന്ന മറ്റു കുട്ടികൾ മീരയോട് ചോദിക്കില്ലേ, മീരയുടെ അമ്മ എന്താ പോവാത്തതെന്ന്? അവളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് അവള് പറഞ്ഞോളൂ. മീര അങ്ങനെ പറഞ്ഞാലും മറ്റു കുട്ടികൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കിയേക്കാം. മീരയ്ക്ക് പേടിയായിട്ടാണെന്നോ, ഒറ്റയ്ക്ക് വിട്ടാൽ കുസൃതി കാണിക്കുമെന്ന് ഓർത്തിട്ടാണെന്നോ, അങ്ങനെ എന്തോ അവർക്ക് പറയാലോ. അതെല്ലാം മീരയുടെ മനസ്സിനെ ബാധിക്കില്ലേ? പിന്നെ താൻ അവിടെ നിന്നാൽ മീര അവളുടെ ഫ്രണ്ട്സിനോട് കൂട്ടുകൂടാതെ തൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ വന്നാൽ പിന്നെ മോൾക്ക് കൂട്ടുകാരില്ലാതാവും. അതൊക്കെ ഭാവിയിൽ മോളുടെ ക്യാരക്ടറിനെ വരെ ബാധിക്കും. അതുകൊണ്ട് മീരയ്ക്ക് സ്വാഭാവികമായി വളരാനുള്ളൊരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കണം. മീരയ്ക്കൊരു കുഴപ്പമുണ്ടെന്നുള്ള തോന്നൽ അവൾക്കുണ്ടാവരുത്. ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ല ഹരിയേട്ടാ. മോളെപ്പോഴും എന്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാവണമെന്ന് തോന്നി. അതാ ഞാൻ. എനിക്കറിയാം, നമുക്ക് ടെൻഷനുണ്ട്, ശരിയാ. പക്ഷേ നമ്മുടെ ആ ടെൻഷൻ കാരണം മീര സഫർ ചെയ്യേണ്ടി വരരുത്. ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. എന്നാ കിടക്കാം.
സ്കൂളിൽ നിൽക്കാതെ ഇങ്ങ് പോന്നോ? സ്കൂളിൽ നിൽക്കരുതെന്ന് ഹരിയേട്ടൻ പറഞ്ഞു. അത് നന്നായി. മോളെ, നീ പേടിക്കുന്ന പോലൊന്നും മീരയ്ക്ക് സംഭവിക്കില്ല. മീര മോളെ ഭഗവാൻ കാക്കൂന്ന് എനിക്ക് ഉറപ്പാ. നീ വെറുതെ ആദ്യ കൂട്ടി നിനക്കൊന്നും വരുത്തി വെക്കരുത്. നിന്റെ ഓരോ രീതികൾ കാണുമ്പോ എനിക്ക് നിന്റെ കാര്യത്തിലാ പേടി തോന്നുന്നത്. അമ്മ, ഞാനിതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നിനക്കിപ്പം മനസ്സിലായല്ലോ ഹരി എന്തിനാ നിന്നോട് ഇക്കാര്യം മറച്ചു വെച്ചതെന്ന്. അതൊക്കെ മനസ്സിലായി. എന്നാലും അവളുടെ കാര്യമെല്ലാം ഞാൻ അറിഞ്ഞിരിക്കണ്ടേ അമ്മേ? ഹരിയേട്ടൻ എപ്പോഴും ഇവിടെ ഇല്ലല്ലോ. നമ്മൾ ഇത് അറിയാതിരുന്ന മോക്ക് എന്തെങ്കിലും ചെറിയ വയ്യായികകൾ വന്നാ നമ്മളിത് കാര്യാക്കാതിരിക്കില്ലേ? കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ വന്നാലും നമുക്ക് പേടിയോ ആശങ്കയോ ഉണ്ടാവും. അതൊക്കെ നമുക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടാ. എന്ന് കരുതി നമ്മൾ അവർക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ കൂട്ടിലിട്ട പോലെ വളർത്തരുത്. ഇതൊക്കെ തന്നെയാ ഹരിയേട്ടനും പറഞ്ഞത്. പെട്ടെന്ന് ഇതൊക്കെ അറിഞ്ഞതിന്റെ ടെൻഷൻ സഹിക്കാൻ പറ്റാത്തോണ്ടാവും ഞാൻ ഇങ്ങനെയൊക്കെ. കുറച്ചു കഴിയുമ്പോ ഒക്കെ ശരിയായിക്കോളും. എന്തൊരു തലവേദനയാ. മായക്കിനി ഓപ്പറേഷൻ ഒന്നും വേണ്ട. ഇത് സുഖപ്രസവ. ഹരി, തൽക്കാലം എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അതാ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചേ. ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതാ പെട്ടെന്ന് വന്ന് കണ്ടിട്ട് പോവാന്ന് കരുതിയേ. മായ മൊത്തം കുഴപ്പങ്ങളുണ്ടാക്കിയല്ലേ? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല. എല്ലാം ഞാനായിട്ടുണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാ. അറിയാതെ എൻ്റെ വായിന്ന് വീണുപോയി. സത്യത്തിൽ ധന്യ എന്നെ കൊണ്ട് പറയിച്ചതാ. അവളോട് ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞു മായ ഇത് അറിയരുതെന്ന്. എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അതൊന്നും സാരമില്ല. രഹസ്യങ്ങൾ അങ്ങനെ എല്ലാ കാലത്തും മൂടിവെക്കാനൊന്നും പറ്റില്ലല്ലോ. അതെങ്ങനെയെങ്കിലുമൊക്കെ പുറത്തു വരും. ഇതിപ്പോ മായ അറിഞ്ഞതോടെ എനിക്ക് മീരയുടെ കാര്യത്തെക്കാൾ ടെൻഷൻ മായയുടെ കാര്യത്തിലായിക്കൊണ്ടിരിക്കുക. മീരയ്ക്ക് പെട്ടെന്ന് വയ്യാതാകുന്നു എന്ന് കേട്ടപ്പോ മായയ്ക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. മായ ഒരു കൗൺസിലിങ്ങിന് വിട്ടാലോ? അതൊന്നും നടക്കില്ല മനോജ്. മായ അത് വേറെ രീതിയിൽ മനസ്സിലാക്കും. അവൾ അതിന് സമ്മതിക്കില്ല. പിന്നെന്ത് ചെയ്യും? കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ. അപ്പൊ ചിലപ്പോ സിറ്റുവേഷനുമായിട്ട് മായ പൊരുത്തപ്പെടുമായിരിക്കും. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ഹരി, അകത്തേക്ക് വാ, എന്റെ വർക്കൊക്കെ കാണാമല്ലോ. ഇല്ല മനോജ്, വേറൊരു ദിവസം ആവാം. ഇന്നിപ്പോ കുറച്ച് തിരക്കുണ്ട്. ശരി, എന്നാ ഹരിയുടെ പണി നടക്കട്ടെ. സാറേ, അവിടുത്തെ പ്ലാനാ 3 കൊടുത്താൽ മതിയോ? 3, അവിടെ 5 കൊടുക്കണം. അവിടെ സൺഷെയ്ഡ് വരാനുള്ളതാ. അയ്യോ, മായ പോയില്ലേ? മോളെ വിളിക്കാൻ പോകേണ്ട സമയം കഴിഞ്ഞല്ലോ. മോളെ മായേ, എഴുന്നേക്ക്, എഴുന്നേക്ക് മോളെ. എന്താ അമ്മേ? എന്തൊരു ഉറക്ക ഇത്! ഊണ് പോലും കഴിക്കാൻ വിളിച്ചിട്ട് വന്നില്ല. നല്ല തലവേദനയായിരുന്നു അമ്മേ, ഉറങ്ങിപ്പോയി.
മീരെ വിളിക്കാൻ സ്കൂളിൽ പോണ്ടേ? സമയായോ? സമയമൊക്കെ കഴിഞ്ഞു. അയ്യോ, ഗുളിക കഴിച്ചുണ്ടാവും, ബോധമില്ലാതെ ഉറങ്ങിപ്പോയി. സാരമില്ല, നീ വേഗം പോവാൻ നോക്ക്. മായേ, നീ വെപ്രാളപ്പെട്ട് റോഡിൽ കൂടി ഓടരുത്. മോള് സ്കൂളിൽ ടീച്ചർമാരുടെ കൂടെ ഉണ്ടാവും. നീ അങ്ങോട്ട് ചെന്നാ മതി. ഞാൻ പോയിട്ട് വരാം.